സമ്മേളനം തുടരുകയാണ്. ഇനി നോക്കാം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളിലായി. ആദ്യഘട്ടം ഏപ്രിൽ 19. കേരളം ഏപ്രിൽ 26 വിധിയെഴുതും. വോട്ടെണ്ണൽ ജൂൺ 4. ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കും 85 കഴിഞ്ഞവർക്കും വീട്ടിൽ വോട്ട്. വിദ്വേഷ പ്രസംഗങ്ങൾക്ക് വിലക്ക്. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ നടപടി മരവിപ്പിച്ചേക്കും. പരിഷ്കാരങ്ങൾ അട്ടിമറിക്കാൻ CITU ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ഉത്തരവ് മരവിപ്പിക്കാൻ മുഖ്യമന്ത്രി ഉറപ്പു നൽകിയെന്ന് ശബ്ദരേഖ. മുഖ്യമന്ത്രി നമുക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുത്തു. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫെബ്രുവരി 21 സർക്കുലർ മരവിപ്പിക്കാനും തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ പരിഷ്കാരങ്ങൾ നടത്തൂ എന്ന ഉറപ്പും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. പുറത്തുവന്ന CITU നേതാവ് അനിലിന്റെ ശബ്ദ സന്ദേശം. സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. എല്ലാ കാർഡുകാർക്കും സാധാരണ രീതിയിൽ റേഷൻ വിതരണം ചെയ്യുമെന്ന് ഭക്ഷ്യവകുപ്പ്. മസ്റ്ററിംഗ് പുനരാരംഭിക്കുക. സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷം. രോഗികളെ പ്രതിസന്ധിയിലാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമം. മരുന്ന് വിതരണക്കാരുടെ സമരം 7ാം ദിവസം. കുടിശ്ശിക തീർക്കാതെ മരുന്ന് വിതരണമില്ലെന്ന് കമ്പനികൾ. ദുരിതത്തിലായി ക്യാൻസർ ഡയാലിസിസ് രോഗികൾ. തിരുമേലി പമ്പ റൂട്ടിൽ KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ്. ബസ് ഓടിച്ചത് മൊബൈൽ ഉപയോഗിച്ചും അപകടകരമായ രീതിയിലും. RTOയ്ക്ക് പരാതി നൽകാൻ യാത്രക്കാർ. ഗാസ മുനമ്പിലേക്ക് ആദ്യമായി കപ്പൽ മാർഗം സഹായമെത്തിച്ച് US സന്നദ്ധ സംഘടന. 200 ടൺ ഭക്ഷ്യവസ്തുക്കളുമായി കപ്പലെത്തിയത് പുതുതായി നിർമ്മിച്ച ഇടനാഴിയിലൂടെ. ഭക്ഷണം വിതരണം ചെയ്യുന്നതിൽ വ്യക്തതയില്ല.